ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും മനോഹരവും ആകർഷകവുമായ ഒരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഒരിക്കൽ മാത്രം സന്ദർശിക്കുന്ന ഏതൊരാളും അനിവാര്യമായും അതിനോട് പ്രണയത്തിലാകും. പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യമര്യാദയും സ്ത്രീകളുടെ സൗന്ദര്യവും എല്ലാവരുടെയും ഹൃദയങ്ങളെ ആകർഷിക്കുന്നു. ഈ രാജ്യം അതിൻ്റെ രുചികരമായ ഭക്ഷണത്തിനും മനോഹരമായ രുചികൾക്കും പേരുകേട്ടതാണ്. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഭൂട്ടാനെക്കുറിച്ച് സംസാരിക്കാം. അവിടുത്തെ പുരുഷന്മാർ 8 മുതൽ 10 തവണ വരെ വിവാഹം കഴിക്കാറുണ്ട്. എന്നിരുന്നാലും സ്ത്രീകൾക്ക് ഭൂട്ടാൻ പുരുഷന്മാരെ മാത്രമേ വിവാഹം കഴിക്കാൻ അനുവാദമുള്ളൂ. അവർക്ക് പുറത്തുനിന്നുള്ളവരെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. ഈ രാജ്യം ഇന്ന് എങ്ങനെയാണെന്നും അവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിതം നയിക്കുന്നുവെന്നും അതിൻ്റെ പ്രശസ്തവും മനോഹരവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും. ഈ രാജ്യത്തെക്കുറിച്ചുള്ള ആകർഷകവും കൗതുകകരവുമായ വസ്തുതകളും ഞങ്ങൾ നിങ്ങളുമായി പങ്കിടും. ടൂറിസ്റ്റ് വിസയിലോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കണക്കാക്കിയ ചിലവുൾപ്പെടെ. ഈ വീഡിയോ വളരെ വിവരദായകവും ആകർഷകവുമാണ്. അതിനാൽ അവസാനം വരെ ഇത് കാണുന്നത് ഉറപ്പാക്കുക. ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഭൂട്ടാൻ ഔദ്യോഗികമായി ഭൂട്ടാൻ രാജ്യം എന്നറിയപ്പെടുന്നു. ദക്ഷിണേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണിത്. അതായത് കടലിലേക്ക് നേരിട്ട് പ്രവേശനമില്ല. വടക്ക് ചൈനയും തെക്ക് ഇന്ത്യയും എന്ന 2 പ്രധാന ശക്തികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആകർഷകമായ രാഷ്ട്രം. ഭൂട്ടാന്റെ തലസ്ഥാനം ഥിൻഫു ആണ്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ നഗരം മാത്രമല്ല, പ്രധാനപ്പെട്ടതും ആധുനികവുമായ ഒന്നാണ്. 1961 ഭൂട്ടാന്റെ രാജാവ് ജിഗ്മേ ദോർജി വാങ്ചുക് ഈ നഗരത്തിന് ഒരു തലസ്ഥാന പദവി നൽകി. തിംഫുവിൻ്റെ ആകെ വിസ്തീർണം ഏകദേശം 261 ചതുരശ്ര കിലോമീറ്ററാണ്. 2017 ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ ജനസംഖ്യ 14,000 കവിയുന്നു. അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിന് ഏകദേശം 439 നിവാസികൾ എന്ന ജനസാന്ദ്രത. ഭൂട്ടാന്റെ ദേശീയ ഭാഷ സോങ്ഖയാണ്. എന്നിരുന്നാലും ഇന്ന് തദ്ദേശവാസികൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി മനസ്സിലാകുകയും സംസാരിക്കുകയും ചെയ്യാം. രാജ്യത്തിൻ്റെ ആകെ വിസ്തീർണം ഏകദേശം 38,394 ചതുരശ്ര കിലോമീറ്ററാണ്. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ലോകത്തിലെ 133ാമത്തെ വലിയ രാജ്യമാണിത്. എന്നിരുന്നാലും ജനസംഖ്യയുടെ കാര്യത്തിൽ ഭൂട്ടാൻ ഒരു ചെറിയ രാഷ്ട്രമാണ്. ഏകദേശം 7,70,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. ഇക്കാരണത്താൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇത് ആഗോളതലത്തിൽ 165ാം സ്ഥാനത്താണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 19 പേർ മാത്രം താമസിക്കുന്ന ഇത് കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സമാധാനപരമായ രാജ്യമായി നിലകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഭൂട്ടാൻ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനും പച്ചപ്പ് നിറഞ്ഞ പർവ്വതനിരകൾക്കും പ്രാകൃതമായ പരിസ്ഥിതിക്കും മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ സൗഹൃദ സ്വഭാവത്തിനും ആതിഥ്യ മര്യാദയ്ക്കും ലോകമെമ്പാടും പ്രശസ്തമാണ്. തദ്ദേശീയരായ പുരുഷന്മാരും സ്ത്രീകളും അവിശ്വസനീയമായ വിധം സൗഹൃദപരവും സന്തോഷപ്രദവും സൗഹാർദ്ദപരവുമാണ്. വിദേശ വിനോദസഞ്ചാരികളുമായുള്ള അവരുടെ ഇടപെടലുകളുടെ സവിശേഷത എല്ലാ സന്ദർശകരെയും ആകർഷിക്കുന്ന ഒരു ഗുണമാണ്. ഭൂട്ടാൻ രാജ്യം എന്നറിയപ്പെടുന്ന ഭൂട്ടാൻ ഒരു വികസ്വര രാഷ്ട്രമായി തരംതിരിച്ചിരിക്കുന്നു. ഇന്നും രാജ്യത്ത് എവിടെയും ഒരു ട്രാഫിക് സിഗ്നൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. റോഡുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ട്രാഫിക് പോലീസ് മാത്രമാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. തദ്ദേശവാസികൾക്കിടയിൽ നിയമലംഘനങ്ങൾ വളരെ അപൂർവമാണെന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ജനങ്ങൾ വളരെ അവബോധമുള്ളവരും വിദ്യാസമ്പന്നരും അച്ചടക്കത്തിന് ആഴത്തിൽ പ്രതിജ്ഞബദ്ധരുമാണ്. സുഹൃത്തുക്കളെ, ഭൂട്ടാൻ എല്ലാ വശങ്ങളിലും ഗംഭീരമായ ഹിമാലയൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പർവ്വതനിരകളിൽ ചിലത്. ഈ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സോങ്സ് എന്നറിയപ്പെടുന്ന നിരവധി പുരാതന കോട്ടകളും കോട്ട പോലുള്ള ഘടനകളും നിങ്ങൾക്ക് കണ്ടെത്താനാകും. അവയുടെ വാസ്തുശില്പി ശരിക്കും ഗംഭീരവും കരുത്തുറ്റതും ആകർഷകവുമാണ്. മലഞ്ചെരിവുകളിൽ നിർമ്മിച്ച മനോഹരമായ ഹോട്ടലുകൾ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളാണ്. ഒരു മാസം മുമ്പ് തന്നെ മുറി ബുക്ക് ചെയ്യേണ്ട നിരവധി പ്രശസ്ത ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന ടൂറിസം വ്യവസായത്തിന്റെ തെളിവാണ്. ഭൂട്ടാനിലെ ജനങ്ങൾ വളരെ സർഗാത്മകരാണ്. ഇത് അവരുടെ സംസ്കാരത്തിലും മതപാരമ്പര്യത്തിലും പ്രത്യേകിച്ചും പ്രകടമാണ്. മതത്തിന്റെ കാര്യത്തിൽ ജനസംഖ്യയുടെ ഏകദേശം 84.3% പേരും ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു. അത് രാജ്യത്തിന്റെ ദേശീയ മതം കൂടിയാണ്. കൂടാതെ ഏകദേശം 11.3% പേർ ഹിന്ദുമതവും 2% പേർ ബോൺ മതവും ബാക്കിയുള്ളവർ മറ്റു വിശ്വാസങ്ങളും പിന്തുടരുന്നു.
ഭൂട്ടാനിലെ ജനങ്ങൾ അവരുടെ സാംസ്കാരിക പൈതൃകത്തിനനുസൃതമായി മനോഹരവും ആകർഷകവുമായ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നു. വർണ്ണാഭരമായ വസ്ത്രങ്ങൾ, പരമ്പരാഗത മുഖമുടികൾ, അതുല്യമായൊരു സ്റ്റൈലിസ്റ്റിക് വൈഭവം എന്നിവ ഈ നൃത്തങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഈ ഊർജ്ജസ്വലമായ സാംസ്കാരിക പ്രദർശനങ്ങൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ വിവാഹങ്ങൾ വർണ്ണാഭരവും ഉത്സവം നിറഞ്ഞ ഗംഭീരമായ പരിപാടികളാണ്. നിരവധി വിവാഹങ്ങൾ ബുദ്ധക്ഷേത്രങ്ങൾക്കുള്ളിലാണ് നടക്കുന്നത്. ഈ ചടങ്ങുകൾ പലപ്പോഴും വളരെ വിപുലവും ചെലമേറിയതുമാണ്. വിവിധ ആചാരങ്ങൾ നടക്കുന്ന വിവാഹങ്ങളിൽ ആയിരക്കണക്കിന് അതിഥികളെ ക്ഷണിക്കുന്നു. തുടർന്ന് വധൂവരന്മാരെ ഒരു വിവാഹ ഹാളിലേക്കോ അല്ലെങ്കിൽ മനോഹരമായ ഒരു തുറന്ന വേദിയിലേക്കോ കൊണ്ടുപോകുകയും അവിടെയാണ് ആഘോഷങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ നടക്കുന്നത്. പരമ്പരാഗത ഭൂട്ടാൻ നൃത്തം ഈ വിവാഹ ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്. നവദമ്പതികൾ തന്നെ നൃത്തത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം അതിഥികൾ അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. അതിഥികൾക്ക് ഭക്ഷണവും ലഘുഭക്ഷണവും നൽകുന്നതിന് വിപുലവും മികച്ചതുമായ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു വിദേശിയെ വിവാഹം കഴിക്കുന്നത് ഭൂട്ടാനിൽ എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സാമൂഹിക സമ്മർദ്ദങ്ങളും പരമ്പരാഗത മാനദണ്ഡങ്ങളും അത്തരം ബന്ധങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രയാസകരമാക്കുന്നു. തൽഫലമായി അത്തരം വിവാഹങ്ങൾ വളരെ അപൂർവമായി മാത്രമേ ആചരിക്കപ്പെടുന്നുള്ളൂ. കൂടാതെ ഭൂട്ടാനിൽ സ്വന്തമായി ഒരു ചെറിയ സൈനിക സേനയുണ്ടെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നു. ഭൂട്ടാനിൽ യാത്ര ചെയ്യാൻ ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ട് ആവശ്യമില്ല. എന്നിരുന്നാലും അവരൊരു പ്രത്യേക പെർമിറ്റ് നേടണം. ഇനി ഭൂട്ടാൻ രാജ്യത്തിലെ ഏറ്റവും മനോഹരവും പ്രശസ്തവുമായ ചില സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്രയിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. വർഷം മുഴുവനും വിനോദസഞ്ചാരികളുടെ ഒരു നിര തന്നെ ഈ ലക്ഷ്യസ്ഥാനം ആകർഷിക്കുന്നു. 1 നമ്പർ, ജലേപ് ലാപാസ്. ഭൂട്ടാന്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളിലൊന്നാണിത്. കാറിൽ പോലും ഇവിടെ എത്തിച്ചേരാം. ഈ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായൊരു ലോകത്തേക്ക് കാലെടുത്തു വച്ചതായി നിങ്ങൾക്ക് തോന്നും. എല്ലാ വശങ്ങളിലും പച്ചപ്പു നിറഞ്ഞ മലനിരകൾ, മഞ്ഞുകൂടിയ താഴ്വരകൾ, ആകർഷകമായ കാഴ്ചകൾ സന്ദർശകരെ മയപ്പെടുത്തുന്നു. ഈ സ്ഥലത്തിന് സമീപം നിരവധി മനോഹരമായ ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നു. അവ മികച്ച സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും അവ വളരെ ചെലവേറിയതാണ്. നിങ്ങൾ സന്ദർശിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ അനുഭവം പരമാവധി ആസ്വദിക്കുന്നത് ഉറപ്പാക്കുക. എന്നാൽ നിങ്ങളുടെ പോക്കറ്റുകൾ നന്നായി നിരത്തിവച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. 2 നമ്പർ, ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി. ഇതൊരു പ്രശസ്തമായ മൊണാസ്ട്രിയും ബുദ്ധമത അനുയായികൾക്ക് വളരെ പുണ്യസ്ഥലവുമാണ്. 1692 നിർമ്മിച്ചത്. ഇതൊരു പർവ്വത ശിഖരത്തിലാണ്. ഈ ലക്ഷ്യസ്ഥലത്തെത്തുക എളുപ്പമുള്ള കാര്യമല്ല. കയറ്റം വളരെ ശ്രമകരമാണ്. എന്നിരുന്നാലും നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ അതിമനോഹരമായ സൗന്ദര്യവും ആത്മീയ പ്രഭയും നിങ്ങളെ ക്ഷീണത്തിന്റെ ഓരോ ഔൺസും മറക്കാൻ പ്രേരിപ്പിക്കും. ഭൂട്ടാന്റെ പുരാതനവും ഗംഭീരവുമായ പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇത് നിലകൊള്ളുന്നു. 3 നമ്പർ, ഗ്യാങ്ടേ മൊണാസ്ട്രി. ലോകത്തിലെ ഏറ്റവും പുരാതനവും മനോഹരവുമായ മൊണാസ്ട്രികളിലൊന്നാണിത്. 1421 ഇത് നിർമ്മിച്ചതാണ്. ഇതിന്റെ ഉദ്യുതീയവും പരമ്പരാഗതവുമായ വാസ്തുവിദ്യാശൈലി ഇതിനെ ശരിക്കും അസാധാരണമാക്കുന്നു. ഈ സ്ഥലത്തിന്റെ ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി സൗന്ദര്യവും ശക്തമായൊരു കാന്തമായി വർത്തിക്കുന്നു. ഇത് ദൂരെ നിന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. 4 നമ്പർ, ബുദ്ധ ഡോർഡെമ്മ. ഏകദേശം 160 അടി ഉയരമുള്ള ബുദ്ധന്റെ ഒരു വലിയ പ്രതിമയാണിത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിലൊന്നാണിത്. ബുദ്ധമതസ്ഥരുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്കേറിയ സ്ഥലമായി ഇത് വർഷം മുഴുവനും പ്രവർത്തിക്കുന്നു. ഈ സ്ഥലം കാര്യമായ മതപരമായ പ്രാധാന്യം മാത്രമല്ല, ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 5 നമ്പർ, പാരോ വാരാന്ത്യ മാർക്കറ്റ്. ഭൂട്ടാന്റെ ഏറ്റവും പ്രശസ്തമായ മാർക്കറ്റുകളിലൊന്നാണിത്. ഓരോ വിനോദസഞ്ചാരിയും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. പരമ്പരാഗതവും ആധുനികവുമായ സംസ്കാരങ്ങളുടെ ആകർഷകമായ മിശ്രിതമാണ് മാർക്കറ്റ് പ്രദർശിക്കുന്നത്. ഇവിടെ സന്ദർശകർക്ക് താങ്ങാനാവുന്ന വിലയിൽ ഉദ്യുതീയവും ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ കണ്ടെത്താനാകും. അതിനാൽ ഒരു സൂവനീർ വാങ്ങാതെ ആരും പോകാറില്ല. 6 നമ്പർ, ട്രോങ്സ സോങ്. പർവ്വതങ്ങൾക്കിടയിലാണ് ഈ ചരിത്രപ്രധാനമായ കോട്ട പോലുള്ള ഘടന സ്ഥിതി ചെയ്യുന്നത്. ഭൂട്ടാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രങ്ങളിലൊന്നായി ഇത് നിലകൊള്ളുന്നു. അതിൻ്റെ മനോഹരമായ വാസ്തുവിദ്യയും മനോഹരമായ സ്ഥലവും വിനോദസഞ്ചാരികൾക്ക് ഒരു പ്രത്യേക ആകർഷണമായി വർത്തിക്കുന്നു. ഈ സ്ഥലം പൊതുജനങ്ങൾക്കും തുറന്നിരിക്കുന്നു. ഭൂട്ടാൻ രാജ്യത്ത് മൊത്തം ഭൂപ്രദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. മനോഹരമായ തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, നദികൾ, അരുവികൾ എന്നിവയുടെ രൂപത്തിൽ പ്രകടമാണ്. ഈ പ്രകൃതി വിഭവങ്ങൾ രാജ്യത്തിന്റെ അന്തർലീനമായ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. റോഡിന്റെ വലതുവശത്താണ് ഭൂട്ടാനിൽ ഡ്രൈവിംഗ് നടക്കുന്നത്.
അതിൻ്റെ മുഴുവൻ പ്രദേശവും വ്യാപിച്ചു കിടക്കുന്ന ഒരു മികച്ച റോഡ് ശൃംഖല രാജ്യത്തിനുണ്ട്. മനോഹരമായ റോഡുകൾ ഏറ്റവും ഉയർന്ന പർവ്വതനിരകളിലേക്ക് പോകുന്നു. ചില ടാർ ചെയ്യാത്ത റോഡുകൾ വിദൂര പ്രദേശങ്ങളിൽ കാണാമെങ്കിലും യാത്ര യഥാർത്ഥത്തിൽ അവിസ്മരണീയമായ ഒരു അനുഭവമായി തുടരുന്നു. ഭൂട്ടാന്റെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം കൃഷിയെ ആശ്രയിക്കുന്നു. ഇവിടത്തെ പ്രധാന വിളകളിൽ നെല്ലും തേയിലയും ഉൾപ്പെടുന്നു. ഇവ ആഭ്യന്തരമായി മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതുമാണ്. കൂടാതെ പരുത്തിയും വിവിധതരം പഴങ്ങളും കൃഷി ചെയ്യുന്നു. സമ്പദ്വ്യവസ്ഥയുടെ കാര്യത്തിൽ ഭൂട്ടാന്റെ വാർഷിക GDP ഏകദേശം $10.969 ബില്യൺ ആണ്. ശരാശരി പ്രതിശീർഷ വരുമാനം ഏകദേശം $14,296 ആണ്. സാമ്പത്തിക റാങ്കിങ്ങിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ ഇത് ഏകദേശം 166-ാം സ്ഥാനത്താണ്. എന്നിരുന്നാലും ശരാശരി പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ അതിന്റെ സ്ഥാനം ഗണ്യമായി മെച്ചപ്പെട്ടതാണ്, ഏകദേശം 95-ാം സ്ഥാനത്ത്.